വിദ്യാരംഗം, കലാസാഹിത്യവേദി, വിവിധ ക്ലബ്ബുകൾ, പാഠ്യേതര പ്രവർത്തനങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ അധ്യാപകര്. വിദ്യാഭ്യാസം എന്ന് പറയുക പാഠപുസ്തകത്തിൽ നിന്നുള്ള അറിവ് മാത്രമല്ല, വിജ്ഞാന സമ്പാദനം മാത്രമല്ല എന്ന് നമുക്ക് അറിയാം. അറിവ് നേടൽ ആയിട്ട് മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ട്. അറിവ് സമ്പാദനം മാത്രമല്ല. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ മാനുവൽ ആലിപ്പിൾ അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിദ്യാരംഗം, കലാസാഹിത്യവേദി BJP സാറാണ്. സാറിനെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും പരിചയമുണ്ടാകും. പാവനാത്മ കോളേജിന്റെ പ്രിൻസിപ്പലാണ്. നമ്മുടെ സഹോദര സ്ഥാപനമാണ് മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ്. കോളേജിന്റെ നേട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളുന്നു. നമ്മുടെ നേട്ടങ്ങളിൽ കോളേജും അഭിമാനം കൊള്ളുന്നു. കഴിഞ്ഞ ദിവസം വിവിധ ക്ലബ്ബുകളുടെയും വിദ്യാരംഗം, കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. 2012-2013 വർഷത്തെ സെന്റ് മേരി ഹയർ സെക്കൻഡറി സ്കൂൾ മുരിക്കാശ്ശേരിയുടെ വിദ്യാരംഗം, കലാവേദി, വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും ഇതെല്ലാം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് വലുതാണ്. അടുത്തത് നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ ശ്രീ ജോർജ് അമ്പൂരം ചാർത്തി സുമംഗലിയാ സന്ധ്യയൊരുങ്ങി സ്വർണ്ണമയാമ്പരത്തിൻ കസവു പുടവയാ അലൻ തോമസിന്റെ സഹോദരിയാണ് മഞ്ജു. ബഹുമാനപ്പെട്ട മാനേജർ നൽകുന്നു. സ്കൂളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കഴിഞ്ഞ വർഷം 250 അംഗങ്ങൾ, ഈ വർഷം 300ഓളം അംഗങ്ങൾ ഇപ്പോൾ അംഗങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിലെ നിർധന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി യൂണിഫോം വാങ്ങാൻ ഒരു സഹായധനം കളക്ഷൻ എടുത്തു. 14,508 രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ആ സ്കൂൾ അസംബ്ലി വെച്ചാണ് തുക കൈമാറുന്നത്. ാരൻ നല്ലവനായ സമചിത്തനായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ എല്ലാ പൂക്കളെയും സ്നേഹിച്ചു. അയാൾ സ്നേഹിക്കാത്ത ഒരു പൂവും ഉണ്ടായിരുന്നില്ല. അയാളുടെ പൂന്തോട്ടത്തിൽ എത്തിച്ചേരാത്ത ഒരു പക്ഷികളില്ല. അയാളുടെ പൂന്തോട്ടത്തിൽ വിടരാത്ത പൂക്കളില്ല. എല്ലാ പൂക്കളോടും കിനാരം പറഞ്ഞ അയാൾ അങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് അദ്ദേഹത്തിന്റെ ട്രെയിൻ ഇതിനുശേഷം എനിക്ക് വല്ലാതെ വിഷമം. ഞാനൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ആ ഹോട്ടലിൽ സംഗീത ഉപകരണങ്ങളും ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ
യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച സ്കൂളിന്റെ മാനേജർ, ഗീതങ്ങളെ, പ്രിയ സഹപ്രവർത്തകരെ, കൊച്ചു കൂട്ടുകാരെ, ഇവിടെ ഈ കഴിഞ്ഞ സമയത്ത് മുഴുവൻ ആത്മീയവുമായ സകല കഴിവുകളെയും പുറത്തു കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഏറെ സ്മരണീയമാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിനെ സൃഷ്ടിക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിയണമെങ്കിൽ നമ്മുടെ ക്ലാസ് മുറികൾ. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്നിവിടെ എല്ലാം സ്വാധീനിക്കാൻ അവയ്ക്ക് കഴിയും. നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുവാൻ അവ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു.